വയോജന സ്ത്രീ സൗഹൃദ ബജറ്റ് എന്ന പരക്കെ വിശേഷിക്കുമ്പോഴും ഗിഗ് തൊഴിലാളികൾക്ക് കൂടി ആനുകൂല്യം പ്രഖ്യാപിച്ച ആദ്യ ബജറ്റായി മാറി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗമാകാനുള്ള സാഹചര്യമാണ് ഇത്തവണത്തെ ബജറ്റ് ഉറപ്പാക്കുന്നത്. ഗിഗ് തൊഴിലാളികളുടെ ഇന്ന് വളരെയധികം സാർവത്രികമായിരിക്കുന്നു. ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന തൊഴിലുകൾ ഉൾപ്പെടെ ചെയ്യുന്ന ഗിഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗൗരവമായി ഇനിയും അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. കൂടാതെ ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധികളിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കും. ഗിഗ് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബ്ബുകൾ സർക്കാർ ഒരുക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. നവ ഉദാര നയകാലത്ത് കോർപ്പറേറ്റുകളുടെ തൊഴിൽ ചൂഷണത്തിന്റെ പ്ലാറ്റ്ഫോമായി ഗിഗ് സേവന മേഖല മാറുമ്പോഴാണ് LDF സർക്കാർ ഈ മേഖലയിലുള്ളവർക്ക് ആശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടുന്നത്. പലപ്പോഴും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്ന ഇവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കുവാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കൂടാതെ ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധികളിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇവർക്ക് വിശ്രമിക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗിഗ് ഹബ്ബുകൾ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി 20 കോടി രൂപയാണ് ഇത്തവണത്തെ ബജറ്റിൽ വകയിരുത്തിയത്. ക്ഷേമനിധി പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തിൽ ഇവർ സന്തുഷ്ടരാണ്. അതിന് സന്തോഷമുണ്ട്. ക്ഷേമനിധി പ്രഖ്യാപിച്ചതിൽ വളരെ സന്തോഷം. നമ്മൾ 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു 15 രൂപയേ ഉള്ളൂ. അത് നല്ല കഷ്ടപ്പാടാണ്. ഇപ്പോൾ റോഡ് പണി ആയതിനെക്കൊണ്ട് ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട്. വെയിലുമാണ്. അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ക്യാഷോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഏറെ കാലത്തെ ഇവരുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.